ഇന്ന് 2015 മെയ് 6-ാം തീയതി ബുധനാഴ്ചയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത് എല്ലാ പത്രങ്ങളും തന്നെ, മാതൃഭൂമിയും മനോരമയും ദീപിക സിറാജ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് മാവോവാദി നേതാക്കളായിട്ടുള്ള രൂപേഷും അദ്ദേഹത്തിന്റെ ഭാര്യയും പിടിയിലായി, അതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. നമുക്ക് ആ വാർത്തയിലേക്ക് കടക്കാം. രൂപേഷും സംഘവും ജയിലിൽ, കേരളത്തിലെത്തിക്കാൻ ശ്രമം, മാവോയിസ്റ്റ് തിരിച്ചടിക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. അതുപോലെ തന്നെ രൂപേഷിന്റെ ഒരു വാചകം എന്ന നിലയിൽ കൊടുത്തിരിക്കുന്നത് തട്ടിക്കൊണ്ടുവന്നതെന്ന് രൂപേഷ് എന്ന് പറയുന്ന ഒരു വാർത്തയും കൂടെയുണ്ട്. ആദ്യം നമുക്ക് ഈ വാർത്തയിലേക്ക് കടക്കാം. കേരളത്തിലെ മാവോയിസ്റ്റ് തീവ്രവാദ പ്രവർത്തനങ്ങളുടെ മുഖ്യ സൂത്രധാരൻ രൂപേഷ്, ഭാര്യ ഷൈന എന്നിവർ ഉൾപ്പെടെ അറസ്റ്റിലായ 5 പേരെയും കോയമ്പത്തൂർ ജില്ലാ കോടതി അടുത്ത മാസം 3 വരെ റിമാൻഡ് ചെയ്തു. നിയമവിരുദ്ധ പ്രവർത്തനം തടയൽ നിയമപ്രകാരവും കുറ്റകരമായ ഗൂഢാലോചന ചുമത്തിയുമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് സമർപ്പിച്ച അപേക്ഷ കോടതി സ്വീകരിച്ചില്ല. ഇതിനായി പോലീസ് ഇന്ന് വീണ്ടും അപേക്ഷ നൽകുമെന്ന് പറയുന്നു. പ്രതികൾക്കായുള്ള ജാമ്യാപേക്ഷയും ഇന്ന് സമർപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് തിങ്കളാഴ്ച വൈകിട്ടാണ് 4:30 കരുമത്തംപട്ടി അന്നൂർ റോഡിൽ ബേക്കറിയിൽ ചായ കുടിക്കുന്നതിനിടെയാണ് മലയാളികളായ രൂപേഷ്, ഷൈന, അനൂപ്, പിന്നെ കണ്ണൻ, തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള കണ്ണൻ, വീരമണി എന്ന ഈശ്വർ എന്നിവരെ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് പോലീസും ആന്ധ്ര പ്രത്യേക പോലീസ് സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്ത്. ശരിക്കും ബാക്കിയുള്ള വാർത്തയിൽ കൊടുത്തിരിക്കുന്നത്, അതായത് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ സിനിമാ രംഗങ്ങളെ പോലും വെല്ലുന്ന രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു അവിടെ പോലീസ് നടത്തിയതെന്നാണ് പറയുന്നത്. വേഷം മാറിയിട്ടായിരുന്നു പോലീസ് വന്നത് ബേക്കറിയിൽ. അപ്പൊ ഇവര് ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ എത്തി അവരെ പിടിച്ചുകൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് രൂപേഷ് പറഞ്ഞിരിക്കുന്നത്. തട്ടിക്കൊണ്ടു പോയതാണെന്നാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് കേട്ടോ. ആന്ധ്രയിൽ നിന്നും തങ്ങളെ പോലീസ് തട്ടിക്കൊണ്ടു വന്നതാണെന്ന് മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ചപ്പോഴാണ് മാധ്യമങ്ങളോട് രൂപേഷ് ഇങ്ങനെ പറഞ്ഞത്. വ്യാജ കേസുകളുടെ പേരിലാണ് അറസ്റ്റ്. അടിച്ചമർത്താനുള്ള നീക്കങ്ങളെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. ഇതേസമയം കാൽമുട്ടിന്റെ വേദനയ്ക്ക് ചികിത്സയ്ക്കായി എത്തിയ തങ്ങളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്ന് രൂപേഷിന്റെ ഭാര്യ ഷൈന പറഞ്ഞു എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചോദ്യം ചെയ്യലിനോട് ആദ്യം നിഷേധ രീതിയിൽ പ്രതികരിച്ച പ്രതികൾ പിന്നീട് സഹകരിച്ചു. കേരളത്തിൽ നിന്ന് ആഭ്യന്തര സുരക്ഷാ വിഭാഗം ഡിവൈഎസ്പി പി വാഹിദ്, മാവോയിസ്റ്റ് വിരുദ്ധ സേനയിലെ ഡിവൈഎസ്പിമാരായ ടി പി സഹദേവൻ, കെ സുരേഷ് എന്നിവരാണ് കോയമ്പത്തൂരിൽ എത്തിയിട്ടുള്ളത്. കേരള പോലീസിന് ഇവരെ കാര്യമായി ചോദ്യം ചെയ്യാനായില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികളും 3 സംസ്ഥാനങ്ങളിലെ പോലീസ് ഓഫീസർമാരും പ്രതികളെ ചോദ്യം ചെയ്യാൻ എത്തിയിരുന്നു എന്നും വാർത്തയിൽ പറയുന്നു. ഇതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് എല്ലാ പത്രങ്ങളും തന്നെ ഫ്രണ്ട് പേജിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത്, നമുക്കറിയാം എന്താണ്, തൃശൂർ റേഞ്ച് ഐ ജി ആയിട്ടുള്ള പോലീസ് കോപ്പിയടിയെ തുടർന്ന് ഒരു വിവാദമുണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. തുണ്ടുകളുമായി IG പുറത്തേക്ക് ഓടിയെന്ന് അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു വാർത്തയാണ് കേട്ടോ. അടുത്തതായിട്ട് നോക്കാം. LLM പരീക്ഷാ ഹാളിൽ കൊണ്ടുവന്ന തുണ്ടുകടലാസുകൾ പിടിച്ചെടുക്കാൻ ഇൻവിജിലേറ്റർ ശ്രമിച്ചപ്പോൾ തൃശൂർ റേഞ്ച് പോലീസ് IG TJ ജോസ് ഹാൾ ടിക്കറ്റും തുണ്ടുകളുമായി പുറത്തേക്ക് ഓടുകയായിരുന്നുവെന്ന് റിപ്പോർട്ട്. സംഭവം സംബന്ധിച്ച് MG സർവകലാശാല പരീക്ഷാ വിഭാഗം ഡെപ്യൂട്ടി രജിസ്ട്രാർ AC ബാബു പരീക്ഷാ കൺട്രോളർക്ക് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് ഇതിനെക്കുറിച്ച് പരാമർശമുള്ളത്. കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിൽ നടന്ന 2ാം വർഷ LLM കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാനായി കൊണ്ടുവന്ന തുണ്ട് കടലാസുകൾ IG ജോസ് ബലമായി എടുത്തുകൊണ്ടുപോയെന്ന് ഇൻവിജിലേറ്റർ PC ബിനുവും റിപ്പോർട്ട് നൽകി. പരീക്ഷാ കൺട്രോളർക്ക് ഇൻവിജിലേറ്റർ നൽകിയ റിപ്പോർട്ടിന്റെ പതിപ്പ് മാധ്യമങ്ങൾക്ക് ലഭിച്ചു എന്നുമാണ് ഈ വാർത്തയിൽ പറയുന്നത്. അപ്പൊ ഇതിനെ തുടർന്നുള്ള, അതായത് അദ്ദേഹത്തെ ശരിക്കും ഇത് തെളിയിക്കപ്പെട്ടെങ്കിൽ അദ്ദേഹത്തെ ഡീബാർ ചെയ്യാനുള്ള ചാൻസും ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇതാണ് മറ്റൊരു വാർത്ത. അതുപോലെ തന്നെ നമുക്കറിയാം, എന്താ പറയാ, പിന്നോക്ക സമുദായത്തിലെ മേൽത്തട്ടുകാരെ നിശ്ചയിക്കാനുള്ള ഒരു ക്രീമി ലെയറിന്റെ പരിധി 6 ലക്ഷമായിരുന്നു. ഇപ്പൊ അത് ഉയർത്തുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് കേട്ടോ. നോക്കാം നമുക്ക്. 8 ലക്ഷം രൂപയാക്കിയേക്കും എന്നാണ് പറയുന്നത്. ക്രീമി ലെയർ പരിധി ഉയർത്തുന്നു. വാർത്തയിലേക്ക് കിടക്കാം. പിന്നോക്ക സമുദായക്കാരിലെ മേൽത്തട്ടുകാരെ നിശ്ചയിക്കാനുള്ള വാർഷിക വരുമാന പരിധി ഉയർത്തുന്നു. ഇത് 8 ലക്ഷം രൂപ ആക്കുന്നതിനെ കുറിച്ചാണ് ആലോചന. നിലവിൽ 6 ലക്ഷമാണിത്. ക്രീമി ലെയർ പരിധി 10.5 ലക്ഷം രൂപയാക്കണമെന്ന് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ശുപാർശ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ തുടർച്ചയായി പാർലമെന്റിലെ പിന്നോക്ക വിഭാഗ MP-മാരുടെ സമിതി മുതിർന്ന നേതാവ് ഹനുമന്തറാവുവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് വരുമാന പരിധി ഉയർത്തണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു എന്നും വാർത്തയിൽ പറയുന്നുണ്ട്. ഇതിനെ തുടർന്ന് കൊടുത്തിരിക്കുന്നത് സംവരണം ലഭിക്കാത്ത മേൽത്തട്ടുകാർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സർക്കാർ നിശ്ചയിക്കുന്ന മേൽത്തട്ട് വരുമാന പരിധിക്ക് മുകളിലുള്ളവർ, അതായത് നിലവിൽ 6 ലക്ഷമാണ്, അത് 8 ലക്ഷമായിട്ട് ഉയർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10 ലക്ഷമായിട്ടാണ് ശുപാർശ ചെയ്യുന്നത്, അത്രയും ഉയർത്തിക്കഴിഞ്ഞാൽ അതിന് മുകളിൽ
മുകളിലുള്ളവർക്ക് സംവരണം ലഭിക്കില്ല എന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രി, പ്രസിഡന്റ് തുടങ്ങി ഭരണഘടനാ പദവി വഹിക്കുന്നവർക്കും സംവരണം ലഭിക്കില്ല. അഖിലേന്ത്യാ സർവീസിലെയും സ്റ്റേറ്റ് സർവീസസിലെയും ക്ലാസ് 1 ഓഫീസർമാർ, അതുപോലെ തന്നെ സൈന്യത്തിൽ കേണർമാർക്കും മുതിർന്ന ഓഫീസർമാർക്കും 85% ജലസേചനം കൃഷിയുമുള്ള ഭൂവുടമകൾക്കൊന്നും ഇവരൊക്കെ സംവരണം ലഭിക്കാത്ത മേൽത്തട്ടുകാർ എന്ന വിഭാഗത്തിൽ പെടുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് മറ്റൊരു വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ആയിട്ട് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്പോർട്സ് വിശേഷങ്ങളിലേക്ക് കിടക്കാം. സ്പോർട്സ് പേജിൽ നിറങ്ങി നിൽക്കുന്നത് എന്താ പറയാ, നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതാണ് സെമി ഫൈനലിനെ കുറിച്ചുള്ള ഒരു വാർത്ത. പക്ഷേ സെമി ഫൈനൽ അല്ല, ഫൈനൽ തന്നെയാണ് എന്ന് പറയുന്ന ഒരു വാർത്തയാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന പോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ. ലോക ക്ലബ് ഫുട്ബോളിലെ മുൻനിര ടീമുകളായ ബാഴ്സലോണയും ബയറൻ മ്യൂണിക്കും ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിന്റെ ആദ്യപാദ സെമി ഫൈനലിൽ നേർക്കുനേർ വരും. ഇന്ത്യൻ സമയം, അതായത് ഇന്ന് രാത്രി 12:15 ബാഴ്സയുടെ തട്ടകമായ ന്യൂ ക്യാമ്പിലാണ് മത്സരം. ലോകത്തെ ഏറ്റവും തന്ത്രശാലിയായ പരിശീലകനും ഏറ്റവും മികച്ച മുന്നേറ്റ നിരയും തമ്മിലുള്ള ബലപരീക്ഷണമാകും ബാഴ്സ ബയറൻ പോരാട്ടം. ബാഴ്സയെ 14 കിരീട വിജയങ്ങളിലേക്ക് നയിച്ച ശേഷം ബയറനിലേക്ക് കുടിയേറിയ പൈപ്പ് ഗാർഡിയോളജിസ്റ്റ് മത്സരം വൈകാരികമാണ്. ചഞ്ചലമാകുന്ന മനസ്സുമായിട്ടായിരിക്കും ഗാർഡിയോള ബയറൻ പരിശീലകന്റെ സീറ്റിൽ ഉണ്ടാകുന്നത്. സെമിക്ക് മുൻപ് ബാഴ്സ ഒരു മത്സരത്തിലും ബയറൻ 2 മത്സരങ്ങളിലുമാണ് തോൽവി അറിഞ്ഞത്. സമീപകാലത്ത് നേർക്കുനേർ വന്ന 8 മത്സരങ്ങളിൽ 1-ൽ മാത്രമാണ് ബാഴ്സയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുന്നു. ശരിക്കും ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് സെമി അല്ല ഫൈനൽ തന്നെയാണ് എന്ന് പറയുന്ന തലക്കെട്ടോട് കൂടെ മാധ്യമങ്ങൾ ഇതിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത് ബിന്ദ്രയ്ക്കും ചെയിൻ സിംഗിനും ഇരട്ട സ്വർണം എന്നൊരു വാർത്തയുണ്ട്. നമുക്ക് നോക്കാം. ഷൂട്ടിംഗ് താരങ്ങളായ ഒളിമ്പിക് ചാമ്പ്യൻ അഭിനവ് ബിന്ദ്രയ്ക്കും ചെയിൻ സിംഗിനും ജർമ്മനിയിലെ ഹാനോവറിൽ നടന്ന അന്താരാഷ്ട്ര ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള 1000-ലധികം ഷൂട്ടർമാർ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പിൽ ബിന്ദ്ര തന്റെ ഇഷ്ട ഇനമായ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിലും ടീം ഇനത്തിലുമാണ് സ്വർണം കരസ്ഥമാക്കിയത്. ചെയിൻ സിംഗ് ആവട്ടെ 50 മീറ്റർ റൈഫിൾ പ്രോൺ വിഭാഗത്തിലും 10 മീറ്റർ എയർ റൈഫിൾ ടീമിനത്തിലും സ്വർണത്തിന് അവകാശിയായി എന്നും പറയുന്ന ഒരു വാർത്തയും കൂടെയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത ICC അധ്യക്ഷൻ, അതായത് ICCയെ സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ് കേട്ടോ. ശ്രീനി വീണ്ടും കുരുക്കിൽ എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ, അതായത് ICC അധ്യക്ഷൻ N ശ്രീനിവാസനും ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡും തമ്മിലുള്ള തർക്കം മുറുകുന്നു. BCCI പ്രസിഡന്റായിരുന്ന കാലത്തെ ശ്രീനിവാസന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് കൗൺസിൽ സെക്രട്ടറി അനുരാഗ് ഠാക്കൂർ ചൊവ്വാഴ്ച പറഞ്ഞു. ശ്രീനിവാസനെ ICC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കമാണിത്. ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നത് ശ്രീനിവാസനാണ്. എന്നാൽ BCCIയിൽ ശ്രീനിവാസന് സ്വാധീനം പൂർണ്ണമായി നഷ്ടപ്പെട്ടാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷ സ്ഥാനവും അദ്ദേഹം ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ ശ്രീനിവാസന്റെ മകൻ ഒരു പരാതിയുമായിട്ട് വന്നിട്ടുണ്ട്. അതൊരു പേഴ്സണൽ ആയിട്ടുള്ള റീസൺ ആണ് കേട്ടോ. പിതാവ് N ശ്രീനിവാസൻ തന്നെ വിവാഹത്തിന് നിർബന്ധിക്കുന്നു എന്ന് മകൻ പറയുന്ന ഒരു പരാതിയാണ്. പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്നും കുട്ടികളെ കല്യാണം കഴിക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് അച്ഛൻ തന്നെ ശല്യപ്പെടുത്തുന്നെന്നും വീട്ടു തടങ്കലിലാക്കിയിരിക്കുന്നുവെന്ന് ശ്രീനിവാസന്റെ മകൻ അശ്വിൻ മുംബൈയിൽ ആരോപിച്ചു. അപ്പൊ ശരിക്കും എന്താ പറയാ, ജോലിപരമായിട്ടും പേഴ്സണൽ ലൈഫിലും ഒത്തിരി സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ICCയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന അധ്യക്ഷൻ N ശ്രീനിവാസൻ ഇപ്പോൾ. അപ്പൊ എന്തായാലും നല്ലൊരു തീരുമാനം ഉണ്ടാവട്ടെ. അതായത് ക്രിക്കറ്റ് ലോകത്തിന് ഉചിതമാകുന്ന ഒരു തീരുമാനം തന്നെ അധികാരികൾ ഉണ്ടാവട്ടെ, നമുക്ക് ആശംസിക്കാം. അടുത്തൊരു വാർത്തയുള്ളത് 100 ഗോൾ ക്ലബിൽ 8 ടീമുകൾ എന്നൊരു വാർത്തയാണ്. യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിലെ 100 ഗോൾ ക്ലബിലേക്ക്, അതായത് 100 ഗോൾ ക്ലബിലേക്ക് ആഴ്സണലും. ഇതോടെ സീസണിൽ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പുകളിലും ലീഗുകളിലുമായി 100 ഗോൾ തികച്ച ക്ലബുകളുടെ എണ്ണം 8ആയി. ബാഴ്സലോണ, റയൽ മാഡ്രിഡ്, സെവിയ, ബയറൻ മ്യൂണിക്, വോൾവ്സ്, ചെൽസി, ആഴ്സണൽ, PSG എന്നീ ക്ലബുകളാണ് ഇതുവരെ 100 ഗോൾ ക്ലബിൽ അംഗത്വം നേടിയത്. ലാറ്റിൻ അമേരിക്കൻ ത്രിമൂർത്തികൾ മുന്നേറ്റ നിരയിൽ കളിക്കുന്ന ബാഴ്സലോണയാണ് ഗോൾ വേട്ടയിൽ ഒന്നാമത്. 53 കളികളിൽ നിന്നായി അവർ 159 ഗോളുകൾ സ്കോർ ചെയ്തു എന്ന് പറയുന്നു. ഇതിൽ 100-ലധികം ഗോളുകൾ നമ്മുടെ സ്വന്തം മെസ്സി, നെയ്മർ, സുവാരസ് എന്ന് പറയുന്ന 3 ത്രിമൂർത്തികളുടെ സംഭാവനയാണ് കേട്ടോ. അതുപോലെ തന്നെ ലാലിഗയിൽ മാത്രം 105 ഗോളുകൾ ടീം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നും പറയുന്നു. ഇതാണ് ഒരു വാർത്ത. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത് നമ്മുടെ എന്താ പറയാ, IPL-നെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. ചിറകിൽ ഡൽഹി എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട് കേട്ടോ. നോക്കാം നമുക്ക്. യുവരാജിന്റെ ചിറകിലേറിയ ഡൽഹിയുടെ വിജയത്തെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. വിമർശനങ്ങൾക്കൊടുവിൽ യുവരാജിന്റെ ബാറ്റ് റൺസ് എടുത്തു തുടങ്ങി.
അഞ്ചാമനായി ഇറങ്ങി അർദ്ധ സെഞ്ചുറി കുറിച്ച യുവരാജിന്റെ മികവിൽ മുംബൈ ഇന്ത്യൻസിനെതിരായ IPL മത്സരത്തിൽ ഡൽഹി ഡെയർ ഡെവിൾസിനെ ഭേദപ്പെട്ട സ്കോർ. വാങ്കഡെ സ്റ്റേഡിയത്തിൽ 4-78 എന്ന നിലയിൽ തകർത്തടിഞ്ഞ് ഡൽഹിയെ തോളിലേറ്റിയ UV 6-152 എന്ന നിലയിലെത്തിച്ചു. 18-ാം ഓവറിൽ അവസാന പന്തിലാണ് UV പുറത്തായത് എന്നും പറയുന്നുണ്ട്. ഇതാണ് UV ശരിക്കും ഫോമൽ ആയിട്ടുള്ള UVനെ കുറിച്ചുള്ള ഒരു വാർത്തയും കൂടിയാണ് അല്ലെ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്പോർട്സ് വാർത്തകളായിട്ട് ഇന്ന് പത്രങ്ങളിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം പ്രവാസ ലോകത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അതായത് ഗൾഫ് ന്യൂസ് ആയിട്ട് ഇന്ന് പത്രത്തിൽ കൊടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് സുസ്ഥിര ഊർജം ദുബായ് ഇനി മേഖലാ കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് സുസ്ഥിര ഊർജ പദ്ധതികൾ വികസിപ്പിക്കാനും ഗവേഷണം നടത്താനും സാങ്കേതിക വിദ്യകളെ കുറിച്ച് മധ്യപൂർവ്വ ദേശത്തിനും ഉത്തരാഫ്രിക്കൻ മേഖലയ്ക്കും മാർഗനിർദ്ദേശം നൽകാനുമുള്ള കേന്ദ്രമായി ദുബായിയെ തിരഞ്ഞെടുത്തു. ഇതു സംബന്ധിച്ച ധാരണാപത്രത്തിൽ ദുബായ് സുപ്രീം കൌൺസിൽ ഓഫ് എനർജിയും യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും തമ്മിൽ ഒപ്പുവെച്ചു. ഊർജ്ജ രംഗത്ത് മികവിന്റെ മേഖലാ കേന്ദ്രമായി കേന്ദ്രത്തെ മാറ്റിയെടുക്കുകയാണ് ലക്ഷ്യം. ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി, അതായത് ദീവ, സോളർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ എന്നിവയുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരാനും പുനരുപയോഗ ഊർജ്ജ വിപണിയുടെ വളർച്ച ത്വരിതപ്പെടുത്താനും നിക്ഷേപകരെ ആകർഷിക്കാനും സാങ്കേതിക രംഗത്ത് കുതിച്ചുചാട്ടം നടത്താനും ഇത്തരം ഒരു കേന്ദ്രത്തിന് സാധ്യതകൾ ഏറെയാണ് എന്നും പറയുന്നുണ്ട്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഗൾഫ് വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഗൾഫ് വാർത്ത, തൊഴിലാളികളുടെ കയ്യൊപ്പ് പതിക്കാതെ വിസ റദ്ദാക്കരുതെന്ന് മന്ത്രാലയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. ദുബായിലാണിത്. തൊഴിലാളികളുടെ വിസ റദ്ദാക്കിയല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് എന്നും വാർത്തയിൽ പറയുന്നു. തൊഴിൽ തർക്കമുണ്ടാകുന്ന സാഹചര്യത്തിലാണ് തൊഴിലാളികളുടെ സമ്മതമില്ലാതെ വിസ റദ്ദാക്കാൻ ചില തൊഴിലുടമകൾ അപേക്ഷ നൽകുന്നത്. 2 ദിവസം ജോലിയിൽ നിന്ന് അവധിയെടുത്ത ഒരാളുടെ വിസ റദ്ദാക്കപ്പെട്ട സാഹചര്യം വ്യക്തമാക്കിയാണ് ദുബായ് മന്ത്രാലയത്തിലെ പൊതുസമ്പർക്ക വിഭാഗം തലവൻ മുഹമ്മദ് മുബാറക് ഇക്കാര്യം അറിയിച്ചത്. ഇറച്ചിക്കടയിൽ ജോലി ചെയ്തിരുന്ന ഒരു തൊഴിലാളിയുടെ വിസയാണ് ഇങ്ങനെ ചെറിയൊരു തൊഴിൽ തർക്കത്തിന്റെ പേരിൽ റദ്ദാക്കിയത്. ഈ തൊഴിലാളി 2 ദിവസം ജോലിക്ക് എത്തിയിരുന്നില്ല. 3-ാം ദിവസം പണിസ്ഥലത്തെത്തിയ ജീവനക്കാരന് വിസ റദ്ദാക്കിയ പാസ്പോർട്ടാണ് സ്പോൺസർ നൽകിയത്. നിശ്ചിത കാലാവധി പൂർത്തിയാക്കാതെ വിസ ആയതിനാൽ രാജ്യത്തേക്ക് 6 മാസത്തേക്ക് പ്രവേശനം നിരോധനം ഏർപ്പെടുത്തിയാണ് പാസ്പോർട്ട് നൽകിയതെന്ന് തൊഴിലാളി മന്ത്രാലയത്തിൽ പരാതിപ്പെട്ടു. അപ്പോൾ ഇതിനെ തുടർന്നുള്ള ഒരു പരിഹാരം എന്ന നിലയിലാണ് തൊഴിലാളിയുടെ കയ്യൊപ്പ് പതിക്കാതെ ഇനി വിസ റദ്ദാക്കാൻ പാടില്ല എന്നൊരു മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത്, ഷാർജ ദുബായ് റൂട്ടിൽ ബസ്സുകൾക്ക് 5 സ്റ്റോപ്പുകൾ അധികമായിട്ട് അനുവദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ്. യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായി ഷാർജയിൽ നിന്നും ദുബായിലേക്കുള്ള ബസ്സുകൾക്ക്, അതായത് 307A, 307 എന്നീ ബസ്സുകൾക്കാണ് കേട്ടോ 5 ഇടങ്ങളിൽ RTA അധിക സ്റ്റോപ്പുകൾ അനുവദിച്ചത്. ബസ്സുകൾ പുറപ്പെടുന്ന അൽ ജുബൈൽ സ്റ്റേഷന് പുറമെയാണിത്. ഷാർജയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നവർക്ക് അൽ ജുബൈലിൽ പോയി ബസ് കയറേണ്ട സാഹചര്യം ഇതോടെ ഒഴിവായതായിട്ട് RTA ഡയറക്ടർ അറിയിച്ചു എന്നും പറയുന്നു. കിങ് ഫൈസൽ റോഡിൽ ജംബോയ്ക്ക് സമീപമാണ് ആദ്യ സ്റ്റോപ്പ്. അതിനുശേഷം അൽവാദ റോഡിൽ സിറ്റി സെന്ററിന് എതിർവശം ഒരു സ്റ്റോപ്പുണ്ട്. സബ്വേക്ക് സമീപം, പിന്നെ സഫീർ മോളിന് സമീപം, അൻസാർ മോളിന് എതിർവശം എന്നിവിടങ്ങളിലാണ് മറ്റു സ്റ്റോപ്പുകൾ. ഇരുദിശയിലും, അതായത് ഷാർജയിൽ നിന്ന് ദുബായിലേക്കും ദുബായിൽ നിന്ന് ഷാർജയിലേക്കും 20 മിനിറ്റ് ഇടവിട്ട് ബസ്സുകൾ ഉണ്ടാകും എന്ന് പറയുന്നു. ഇതാണ് മറ്റൊരു വാർത്ത. അതുപോലെ തന്നെ സൗദി അതിർത്തി നഗരത്തിൽ ഹൂതികളുടെ ആക്രമണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. സൗദി നഗരമായ നജ്റാനിൽ യമനിലെ ഹൂതി വിമതരുടെ ഷെൽ ആക്രമണം. യമൻ അതിർത്തിയോട് ചേർന്നുള്ള നഗരത്തിലെ സർക്കാർ ഓഫീസുകൾ, സ്കൂൾ, ആശുപത്രി കെട്ടിടങ്ങൾ, പത്ര ഓഫീസ് എന്നിവയുടെ സമീപവും താമസ മേഖലയിലുമായി 6 ഷെല്ലുകൾ പതിച്ചു. പലയിടത്തും റോഡുകളിൽ വിള്ളലുണ്ടാവുകയും വൈദ്യുതി നിലയ്ക്കുകയും ചെയ്തു എന്നും പറയുന്നു. വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ആഭ്യന്തര വിമാന സർവീസുകൾ നിർത്തിവെച്ചു. മലയാളികൾ അടക്കമുള്ള പ്രവാസികൾ ഒട്ടേറെയുള്ള മേഖലയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത് എന്നുമാണ് വാർത്തയിൽ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത്, ഗൾഫ് വാർത്തയുള്ളത്, തൃശൂർ സ്വദേശിയെ ദുബായിൽ കാണാതായി എന്ന് പറയുന്നു. അദ്ദേഹം നാട്ടിലേക്ക് പോവാനിരിക്കെയാണ് അദ്ദേഹത്തെ പെട്ടെന്ന് കാണാതായത്. അതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോ അടക്കം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജബലലി വ്യവസായ മേഖലയിൽ ജോലി ചെയ്തിരുന്ന മലയാളിയെ കാണാതായി. തൃശൂർ മാളയ്ക്കടുത്ത് വെള്ളാങ്ങല്ലൂർ സ്വദേശി മധു വി ഗോപിയെ ഏപ്രിൽ 11 മുതലാണ് കാണാതായത്. ഏപ്രിൽ 13-ന് നാട്ടിൽ പോകാനിരിക്കെ മധുവിന്റെ തിരോധാനം കുടുംബത്തെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ജബലലി വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന അൽ അബാർ അലുമിനിയം കമ്പനിയിലായിരുന്നു മധു ജോലി ചെയ്തിരുന്നത്. കമ്പനി ക്യാന്റീന്റെ ചുമതലയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ലേബർ ക്യാബിൽ സഹപ്രവർത്തകർക്കൊപ്പമായിരുന്നു താമസം. എന്നാൽ ഏപ്രിൽ 11-ന് മുറിയിൽ നിന്നിറങ്ങിയ അദ്ദേഹം പിന്നെ തിരിച്ചു വന്നില്ലെന്നാണ് സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നത്. മധു ജോലിക്ക് ഹാജരാക്കാത്തതിനെ തുടർന്ന് കമ്പനി പോലീസിൽ പരാതി നൽകിയതാണെന്നാണ് അറിയുന്നത്. ബന്ധുക്കൾ
ഒരിക്കലാണ് 13-ാം തീയതിയിലേക്ക് അദ്ദേഹത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. ഇപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് എന്താ പറയുക വ്യക്തമായിട്ടുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നൊരു വാർത്തയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഫോട്ടോ അടക്കമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുള്ളത് അൽ മക്തൂമിലെ യാത്രാ ടെർമിനലിന്റെ ശേഷി 4 ഇരട്ടിയാകുന്നു എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ യാത്രാ ടെർമിനലിന് വൻ വികസന പദ്ധതി. ടെർമിനലിന് ഉൾക്കൊള്ളാകാനാകുന്ന യാത്രക്കാരുടെ എണ്ണം 60 ലക്ഷത്തിൽ നിന്ന് 2.6 കോടിയാക്കുകയാണ് ലക്ഷ്യം. 2015 അവസാനത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്ന് ദുബായ് എയർപോർട്ട് സ്ഥിരീകരിച്ചു. യാത്രക്കാരുടെ തിരക്ക് കാരണം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ശേഷി പരിധിയോടടുക്കുന്ന സാഹചര്യത്തിലാണ് അൽ മക്തൂം വിമാനത്താവളത്തിന്റെ ശേഷി 4 ഇരട്ടിയാക്കുന്നത്. അതായത് 60 ലക്ഷത്തിൽ നിന്നും 2.6 കോടിയിലേക്കായിട്ട് ഉയർത്തുന്നത് എന്നുമാണ് പറയുന്നത്. ഇതാണ് മറ്റൊരു വാർത്ത. അതുപോലെ തന്നെ ഒരു വാർത്തയുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചതാണ് അല്ലെ. അതായത് തണ്ണിമത്തനിലെ തുള വീണിട്ടുള്ള തണ്ണിമത്തന് ഇപ്പോൾ രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തി എന്നുള്ളൊരു വാർത്ത. അപ്പോൾ തണ്ണിമത്തന്റെ വരവ് കുറഞ്ഞ കാരണം അതിന്റെ വില മേൽപോട്ടെ എന്ന് പറയുന്ന ഒരു വാർത്തയും കൂടിയുണ്ട്. നോക്കാം. ചൂട് കൂടി തുടങ്ങിയതോടെ തണ്ണിമത്തന് യുഎഇയിൽ വില കുതിച്ചുയർന്നു. ഇറാനിൽ നിന്നുള്ള തണ്ണിമത്തന് താൽക്കാലികമായി വിൽപ്പന നിരോധനം ഏർപ്പെടുത്തിയതിന്റെ ഫലമായാണ് വില കൂടാൻ കാരണമെന്ന് ഷാർജ വെജിറ്റബിൾ മാർക്കറ്റിലെ കച്ചവടക്കാർ പറഞ്ഞു. അതായത് ചൊവ്വാഴ്ച തണ്ണിമത്തന് കിലോയ്ക്ക് 5.50 ആയിരുന്നു ദർഹം ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് അതുപോലെ 6 വരെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇത് എന്താ പറയാ സാധാരണ ദിവസങ്ങളിൽ 1.5 ദിർഹം മാത്രം വിലയുള്ള തണ്ണിമത്തനായിരുന്നു ഇപ്പോൾ 5-6 ദിർഹത്തിനൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ ബസ്സുകളിൽ ഇന്നത്തെ എന്താ പറയാ പത്രങ്ങളിൽ പങ്കുവെക്കാനുള്ള വാർത്തകളായിട്ട് വന്നിരിക്കുന്നത്. ഗൾഫ് വിശേഷങ്ങളും അതുപോലെ തന്നെ സ്പോർട്സ് വാർത്തകളും എന്താ പറയാ നാട്ടിലെ വിശേഷങ്ങളെല്ലാം നമ്മളൊന്ന് പത്രങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചു പോയി. നമുക്ക് നമ്മുടെ ഗോൾഡ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റിലേക്ക് അടക്കാം. ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് 17 രൂപ 16 പൈസയാണ് കേട്ടോ ഒരു ദർഹത്തിന്. അതുപോലെ തന്നെ 24 ക്യാരറ്റ് സ്വർണത്തിന് 144 ദിർഹം 25 ഫിൽസ് ആണ്. 22 ക്യാരറ്റ് സ്വർണത്തിന് 136 ദിർഹം 75 ഫിൽസ് ആണ് ഇന്ന് രാവിലത്തെ റേറ്റ്. അങ്ങനെ ഒത്തിരി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഗുഡ് മോർണിംഗിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ നല്ലൊരു വാചകത്തോടു കൂടിയാണ് തുടങ്ങിയത് അല്ലെ. അതായത് ദേഷ്യം എന്ന് പറയാം അല്ലെങ്കിൽ ക്രോധത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അത് നമ്മൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകുമെന്നും നേരെ മറിച്ച് അത് നമ്മൾ അടക്കി വെക്കുകയാണെങ്കിൽ അതിനേക്കാൾ അപകടകരമായിട്ട് മറ്റൊന്നുമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. ആ വാചകം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ഇതേ സമയം നമുക്ക് വീണ്ടും ഒത്തിരി നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.